കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ ട്രാക്ടർ പരേഡ് നടത്തി കർഷക സംഘടനകൾ. ജില്ലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ട്രാക്ടർ പരേഡ്. മിനിമം താങ്ങുവില, വൈദ്യുതി ഭേദഗതി ബിൽ പിൻവലിക്കുക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. മോദി സർക്കാരിന്റെ കർഷക ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് ട്രാക്ടർ പരേഡുമായി കർഷക സംഘടനകൾ വീണ്ടും രംഗത്തു വന്നത്. വിളകൾക്ക് സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത മിനിമം താങ്ങുവില, കാർഷിക കടാശ്വാസം എന്നീ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് റിപ്പബ്ലിക് ദിനത്തിൽ ജില്ലകൾ കേന്ദ്രീകരിച്ച് സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ ട്രാക്ടർ റാലി നടത്തിയത്. വൈദ്യുതി സ്വകാര്യവൽക്കരണ ബിൽ പിൻവലിക്കുക, ലഖിംപൂർ ഖേരി കൂട്ടക്കൊലയുടെ മുഖ്യ ആസൂത്രകൻ കേന്ദ്രമന്ത്രി അജയ് മിശ്രയെ പ്രോസിക്യൂട്ട് ചെയ്യുക എന്നീ ആവശ്യങ്ങളും ഉന്നയിച്ചായിരുന്നു പ്രക്ഷോഭം. സംഘടനകളുടെ കൊടികൾക്കൊപ്പം ദേശീയ പതാകയുമേന്തിയാണ് റാലി നടത്തിയത്. ജനാധിപത്യം, മതനിരപേക്ഷത, ഫെഡറലിസം, സോഷ്യലിസം എന്നീ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്ന പ്രതിജ്ഞയും ചൊല്ലിയായിരുന്നു കർഷകരുടെ പ്രതിഷേധം. വൻതോതിൽ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ദാരിദ്ര്യവും കടക്കെണിയും ഒപ്പം നഗരങ്ങളിലേക്ക് അനിയന്ത്രിത കുടിയേറ്റവും സൃഷ്ടിക്കുന്ന നയങ്ങളാണ് മോദി സർക്കാർ നടപ്പാക്കുന്നത്. GDP വളർച്ചയുടെ കണക്കുകൾ കൊട്ടിഘോഷിക്കുമ്പോഴും ഇതിന്റെ നേട്ടം ലഭിക്കുന്നത് കോർപ്പറേറ്റുകൾക്കാണ്. കോർപ്പറേറ്റ് ചൂഷണത്തിനെതിരെ വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധവുമായി മുമ്പോട്ടു പോകാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം. മോദി സർക്കാരിനെതിരെ ട്രേഡ് യൂണിയനുകളെയും അണിനിരത്തി കൂടുതൽ സമരങ്ങൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.